അർമേനിയയിൽ നിന്ന് നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അച്ഛനും അമ്മയും രാവിലെ തന്നെ ജോലിക്ക് പോകാനായി ഇറങ്ങുമ്പോൾ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ചില ദിവസങ്ങളിൽ എൻ്റെ ആമി മോൾക്ക് ഒരുപാട് സങ്കടമാണ്. പക്ഷേ ആ ഒരു സങ്കടം ഇതുപോലെ എന്തെങ്കിലും കയ്യിൽ കിട്ടുമ്പോൾ തീരാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആഗ്രഹിച്ചതെല്ലാം നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഓടി വന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്. ഇനി എൻ്റെ അടുത്ത ജോലി ചിന്നുവിനെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിലെത്തിയപ്പോൾ 9 മണി കഴിഞ്ഞിരുന്നു. പണ്ടൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഓരോ ദിവസവും എണ്ണി കാത്തിരിക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഓരോ ആളുകളും എൻ്റെ വരവിനായി കാത്തിരിക്കുന്നത്. ഓരോ സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ ഗേറ്റിനടുത്ത് എന്നെയും കാത്തു നിൽക്കുന്ന ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ എന്റെ ജോലി എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലാകും. നിങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? ആ ഒരു ജോലിയുടെ ചെറിയൊരു ഭാഗം പോലും എത്രത്തോളം ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന്. അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആളുകളാണെങ്കിലും ഞാൻ ഓരോ ആളുകളുടെ അടുത്തെത്തുമ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ട്. ചിരിച്ചുകൊണ്ട് അവർ തരുന്ന ഓരോ മറുപടിയും എനിക്ക് മറക്കാനാവാത്തത് തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരുപാട് പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരെക്കുറിച്ച് അറിയാനും എനിക്ക് സാധിച്ചു. പിന്നെ നമ്മൾ എത്രത്തോളം സന്തോഷത്തോടെ ജോലി ചെയ്താൽ ഒരൊറ്റ ആള് മതി നമ്മുടെ ഒരു ദിവസത്തെ സന്തോഷം മുഴുവനും കളയാൻ. ഈ ഒരു ജോലിയിൽ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് കിട്ടാറുണ്ട്. പക്ഷെ എല്ലാത്തിനും മറികടന്ന് നമ്മൾ മുന്നോട്ട് പോവുക, ഇത് പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ പഠിച്ചൊരു പാഠമാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം വൈകുന്നേരം 5 മണിയായപ്പോൾ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം ഏകദേശം തീർന്നു. അങ്ങനെ ഓഫീസിലെത്തിയാൽ പിന്നെ ഒട്ടും സമയം കളയാതെ എത്രയും വേഗം വീട്ടിലെത്തുക, ഇതാണ് എന്റെ ചിന്ത. അങ്ങനെ 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ചിന്നുവിനെയും കൊണ്ട് വീട്ടിലേക്കുള്ള യാത്രയായി. ഇങ്ങനെയൊക്കെയാണ് എന്റെ ഒരു ദിവസം കടന്നു പോകുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.